വീട്ടിൽ പോയിട്ട് അനീഷ് കേട്ടില്ല. ആരെ കേട്ടില്ല. മീഡിയക്കാരെ അടുപ്പിക്കാതെ പുറത്തിറങ്ങിയിട്ട് മൗനം പാലിച്ച് ബിഗ് ബോസ് ഹൗസിൽ ആയതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ നടക്കുന്ന, ആകെപ്പാടെ ബിഗ് ബോസ് ഹൗസിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രം വാ തുറന്ന് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വണ്ടിയിൽ കിടന്ന് അലറിയതുപോലെ കാര്യങ്ങൾ റിപ്പീറ്റ് അടിച്ച് പറയുന്ന ഒരു അനീഷിനെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അനീഷ് എന്ന വ്യക്തി വാ തുറന്നാൽ എന്താണ് സംഭവിക്കാൻ നമുക്കറിയാം. പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെ റിപ്പീറ്റ് അടിക്കുക. കഴുകട, പാത്രം കഴുകട, കിടന്നുറങ്ങുന്നത് ഞാൻ കണ്ടു. അതല്ലാതെ അനീഷ് മര്യാദയ്ക്ക് ഒരു കാര്യത്തിലും അവിടെ വാ തുറക്കാറില്ലല്ലോ, സംസാരിക്കാറില്ലല്ലോ. അതെന്താണ് കാര്യം എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. കള്ളും കുടിച്ച് വെളിവിലാണ്ട് വന്ന് ഭാര്യനെ തല്ലുന്ന രീതിയിൽ ഡിവോഴ്സ് ആയി. അപ്പൊ അത് ആരെ ഭാഗത്ത തെറ്റ്? മദ്യപിച്ച് വരുന്ന ഒരാള് തല്ലി, ആ തല്ല് അംഗീകരിച്ച് ആ സ്ത്രീക്ക് പോവാൻ പറ്റും. പിന്നീട് അവിടെ എന്താ നടന്നതെന്ന് ഞാൻ പറയണ്ട, വീഡിയോ കാണുമ്പോൾ മനസ്സിലാവില്ല. എല്ലാവരോടും എടുത്തിട്ട് അനീഷിനെ കുഴഞ്ഞിട്ടുണ്ട്. അനീഷ് വാ തുറന്നാൽ സ്ത്രീവിരുദ്ധത മാത്രം പറയുന്ന ഒരു വ്യക്തിയാണ്. അനീഷിന് അതേ ഉള്ളൂ അനീഷിന്റെ കയ്യിൽ. പക്ഷേ അനീഷ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ സംസാരിച്ചിട്ടില്ല. ആങ്കറുമായിട്ടുള്ള ഒരു ലാസ്റ്റ് ഇന്റർവ്യൂവിൽ ആങ്കർ ചോദിച്ചു, ഇതൊന്നും അല്ലായിരുന്നല്ലോ അനീഷ് ഇങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞിട്ട് പോയത്. സ്ത്രീകളെക്കുറിച്ച് അനീഷിന് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സ്ത്രീകൾക്ക് മെറ്റർണിറ്റി ലീവ് എന്തിന് 6 മാസം വരെ കൊടുക്കുന്നു എന്നതിനെക്കുറിച്ച് അനീഷിനെ സംസാരിക്കാനുണ്ട്. അതേപോലത്തെ ഒരുപാട് സ്ത്രീവിരുദ്ധ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്ന അനീഷ് അവിടെ പോയി ഒന്നും പറയാനില്ലാതെ വെറുതെ എന്നെ വാ അടച്ചു പിടിച്ചിരിക്കുന്നത്. കാരണം അനീഷ് 1-2 വട്ടമൊക്കെ ഇങ്ങനെ വാ തുറന്നപ്പോൾ അനീഷിന് മനസ്സിലായി അത് പന്തിയല്ല, ഇത് പന്തികേടാണ്. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ വാട്ടവെള്ളത്തിൽ എന്നെ പുഴുങ്ങിയെടുക്കുമെന്ന് അനീഷിന് നല്ല വൃത്തിക്ക് അറിയായിരുന്നു. അനീഷ് ചോദിച്ച ക്വസ്റ്റ്യൻ, അവർ ചോദിച്ചതിന് ആൻസർ പറഞ്ഞത് ഇതാണ്: എന്തുകൊണ്ട് ഭർത്താവ് കള്ള് കുടിച്ചിട്ട് വരുമ്പോൾ അടി മേടിച്ചുകൂടാ, എന്തുകൊണ്ട് സ്ത്രീക്ക് അത് സഹിച്ച് നിന്നുകൂടാ, അങ്ങനെയാണെങ്കിൽ അവിടെ ഡിവോഴ്സ് വരത്തില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ അനീഷിന്റെ വൈഫിനോട് ചെയ്തത് ആ ഒരു പ്രവൃത്തിയായിരുന്നു. അതുകൊണ്ടായിരുന്നു അനീഷിന്റെ വൈഫ് ഇതുപോലെ ഡിവോഴ്സ് മേടിച്ചിട്ട് പോയത്. ഇമാതിരി സ്ത്രീവിരുദ്ധത കയ്യിലുള്ള ഒരു മനുഷ്യനാണ് അനീഷ്. അതുകൊണ്ട് തന്നെയാണ് അനീഷിന് അറിയാം താൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തോട്ട് നെഗറ്റീവ് പോകുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് വായടച്ച് മിണ്ടാതെ തെക്കോട്ടും വടക്കോട്ടും നടന്നിട്ട് 1-2 ഡയലോഗ് അടിക്കാൻ മാത്രം, കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു, കഴുകടാ പാത്രം, ഇമാതിരി ഡയലോഗ് മാത്രം പറഞ്ഞിട്ട് വളരെ ശുദ്ധനായിട്ട് ഒന്നും അറിയാത്ത ഒരുത്തനെ പോലെ അവിടെ അഭിനയിച്ച് 100 ദിവസം തികച്ച് നിന്ന്, 100 ദിവസമൊക്കെ അഭിനയിച്ച് തികച്ച് ഇത്രയൊക്കെ നാൾ നിൽക്കാൻ പറ്റുമോ ഒരു മനുഷ്യനെ? പറ്റുമെങ്കിൽ അത് അനീഷിനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ ഈ മീഡിയക്കാരെയൊക്കെ എങ്ങനെ വീട്ടിലോട്ട് കയറ്റും? വാ തുറന്നവർ 2 ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് എന്തായിരിക്കും? ആ ആങ്കറിന്റെ മുൻപിൽ മുട്ടുമടക്കി ആങ്കർ ചോദിച്ച ക്വസ്റ്റ്യൻ ഒരെണ്ണത്തിന് പോലും ആൻസർ ഇല്ലാതെ ശരിക്കും ചമ്മി നാറിയാണ് അനീഷ് ആ ഒരു ഇന്റർവ്യൂവിൽ ലാസ്റ്റിൽ ആ ഒരു അഞ്ജന നമ്പ്യാരുടെ കൂടി ഇരുന്നത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതുകൊണ്ടാണ് അനീഷ് ആരെ അടുപ്പിക്കാത്തതും വാ തുറക്കാത്തതും മീഡിയക്കാരെ വീട്ടിനുള്ളിൽ കയറ്റാത്തതും.